കാണുന്ന നരപർവ്വതമാണ്. അപ്പോൾ നരനാരായണ പർവ്വതത്തിലാണ് ബദരികാശ്രമം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ വശത്താണ് ഗംഗ, ഈ വശത്ത് യമുന. അപ്പോൾ ഇന്നും കാണാം, ഒഴുകി വന്നതായ ഒരു വഴി കാണാം. അപ്പോൾ നന്ദഗോപർക്ക് വേണ്ടിയിട്ട് അന്ന് ഭഗവാൻ മനസ്സാ സങ്കല്പിച്ച് ആവാഹിച്ചതാണ്. അപ്പോൾ അന്ന് ഒഴുകിയതായ ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജലത്തിൻ്റെ അംശമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അന്ന് ഒഴുകിയ വഴി, അപ്പോൾ 5000-ഓളം വർഷം മുമ്പ് ഒഴുകി വന്നതായ ആ ഒരു വഴി മാത്രം ഇപ്പോൾ ഇങ്ങനെ കാണാം. കാണുന്നത് ഗണേശപർവ്വതമാണ് നേരെ അകലെയായിട്ട് കാണുന്നത്. രാധേ 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 ജയ ശ്രീ രാധേ ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. राधे करत किलो से राधे राधे बोल, राधे करत किलो के मुख से राधे राधे बोल, राधे राधे बोल, राधे राधे बोल, बरसाने में डोल की मुख से राधे राधे बोल. ഭഗവാന്റെ അത്ഭുത ലീലകള് ധാരാളമുണ്ട്. അതിലൊന്നാണ് ഈ വനഭോജന ലീല എന്നുള്ളത്. ഭഗവാൻ തന്റെ കൂട്ടുകാരോട് പറയുക ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് ഓരോരോ വിഭവങ്ങളായിട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ കാട്ടിൽ വെച്ച് രസമായിട്ട് നമുക്ക് ആഹരിക്കാം എന്നാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പല ഇടങ്ങളിലായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇത്. വനഭോജന ലീലയുടെ ഒരു പ്രധാന സ്ഥാനത്ത്, ഈ സ്ഥാനത്തിന് പേര് പറയാ ഭോജൻ ഥാലി എന്നാണ്. ഥാലി എന്ന് വെച്ചാൽ ഈ കിണ്ണം, പ്ലേറ്റ് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ഭുജിച്ചതായിരിക്കും ഇടം. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ലീലയാണ് ആ മുകളിൽ കാണുന്ന ചിത്രം. ആ മുകളിൽ ഭാഗവത്തിൽ വർണ്ണിക്കുന്ന രംഗങ്ങൾ തന്നെയാണത്, ആ മുകളിൽ കാണുന്നതായിട്ട് ചിത്രം. അപ്പൊ നാം ഭഗവാന്റെ ലീലകൾ ആടിയ ഓരോരോ ഇടങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോഴാ ഭോജനശാലയിലെത്തി. എന്തെങ്കിലും ഒരു യഥാശക്തി ഈ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സംഗീതത്തിലേക്ക് പോകാം. രാധേശ്യാം. पक्षी बोले राधे बोल,
पक्षी बोले राधे बोल कि मुख से राधे राधे बोल। पक्षी बोले राधे बोल कि मुख से राधे राधे बोल। राधे राधे बोल राधे राधे बोल बरसाने में डोल कि मुख से राधे राधे बोल। राधा कृष्ण 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 व्यासविलोम्य सुनीला सविलोला गान विलोला मोहन मुरली गान विलोला। राधा कृष्ण राधा कृष्ण राधा कृष्ण राधा कृष्ण राधा कृष्ण राधा कृष्ण राधा राधा कृष्ण राधा कृष्ण राधा कृष्ण राधा कृष्ण श्री राधे 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 बरसाने वाली राधे 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 बरसाने वाली राधे। श्री राधे 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 बरसाने वाली राधे 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 बरसाने वाली राधे। नाम महाधन है अपनों नहीं दूसरी संपत्ति और कमानी छोड़ अटारी अटा जग के हमको कुटिया ब्रज माही बनानी हमको कुटिया ब्रज माही बनानी हमको कुटिया ब्रज माही बनानी। टूक मिले रसिकों के सदा और पीवन को यमुना जल पानी। എല്ലാവരും കൈ പൊന്തിച്ചിട്ട് രാധേശ്യാം രാധേശ്യാം. നമ്മള് ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനം കാളിയ മർദ്ദനം ഉണ്ടായതായിട്ടുള്ള സ്ഥാനമാണ്. ഒരു ദിവസം ഭഗവാൻ ഏട്ടനെ കൂട്ടാതെ കാലിയെ മേച്ചുകൊണ്ട് ഈ വൃന്ദാവനത്തില് യമുനയുടെ തീരത്ത് എത്തിച്ചേരുക. അപ്പൊ ഈ കാളിന്തി ഈ ഒരു ഭാഗത്ത് ഒരു 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 വല്ലായ്മ തോന്നി. എന്താ വെച്ചാൽ ഈ ജലജന്തുക്കളൊക്കെ ചത്തു പൊങ്ങിയിട്ടുണ്ട്, ഈ ഭാഗത്തുള്ള മരങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് കാളിന്തിയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വൃക്ഷമാണ് ഈ കാണുന്നത്, കദംബ വൃക്ഷം. കൃഷ്ണകദംബ മധിരുദ്യ. ആ ഭഗവാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ വൃക്ഷത്തിന്റെ കാളിന്തിയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ആ കുമ്പിലേക്ക് ഓടി കയറി എന്ന് മാത്രമല്ല യമുനയിലേക്ക് ഒരു ചാട്ടം.
ഭഗവാൻ ആ യമുനയിലേക്ക് ചാടി കൈകൊണ്ടൊന്ന് ഇങ്ങനെയൊന്ന് ആക്കിയെന്നാണ്. കൈകൊണ്ട് ഇങ്ങനെ ആക്കേണ്ട താമസം 10 വിൽപ്പാടാണ്. ഈ വിൽപ്പാട് പഴയ അളവാണ്. ഈ 10 വിൽപ്പാടാണ് വെള്ളം കരയിലേക്ക് അങ്ങോട്ട് കയറിയത്. അപ്പോഴേക്ക് മറ്റ് ഗോപന്മാർക്കൊക്കെ സങ്കടമായി. അവര് നന്ദാദികളോട് ചെന്ന് വിവരം പറഞ്ഞു. അവരെല്ലാവരും കൂടി ഇവിടെ കൂടിക്കൂടി വന്നു. കാളിന്തിയുടെ അടിത്തട്ടിലെ കാളിയൻ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഒരു നീലക്കല്ല് തന്റെ നേർക്ക് വരുന്ന സമയത്ത് ദുഃഖനായിരിക്കുന്ന ഈ കാളിയനാവട്ടെ തന്റെ 1000 ധനങ്ങൾ അങ്ങോട്ട് വിടർത്തി ആ ഭഗവാനെ അങ്ങോട്ട് ചുറ്റി. ഭഗവാൻ അങ്ങനെ ഉപരിതലത്തിലേക്ക് വന്നു. വെള്ളത്തിന്റെ കാളിയനോടുകൂടി ഉപരിതലത്തിലേക്ക് വന്നു. അവ ഈ നന്ദാദികൾക്ക് ആകെ വിഷമായി. അവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഭഗവാൻ ആ കാളിയന്റെ പിടിയിൽ നിന്ന് കുതിറി പുറത്തേക്ക് ചാടി ഒരു കൈ കൊണ്ട് വാലയില് മുറക്കി പിടിച്ച് ആ കാളിയന്റെ തലയിലേക്ക് കയറി. ഏത് തലകളാണോ പൊങ്ങണത് അവിടെയൊക്കെ കൊടുത്തു ഓരോ ചവിട്ട്. അപ്പോൾ നല്ല താളത്തിലായിരുന്നു ഈ കാളിയൻ ഈ തലകൾ ഉയർത്തിയത്. അതുകൊണ്ട് ഭഗവാന് നല്ല താളത്തില് ചവിട്ടാൻ സാധിച്ചു. അവസാനം ഈ കാളിയനാകെ അവശനായിട്ട് തീരുകയാണ്. ഒടുക്കം ആ കാളിയനെ അനുഗ്രഹിച്ചതായിട്ടുള്ള സ്ഥാനമാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും ഈ കാളിയൻ പൂർണ്ണമായിട്ട് ഇല്ലാതായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സന്ദേശമാണ് ഈ കഥ സത്യത്തിൽ നമുക്ക് തരുന്നത്. ഈ കാളിയമർദ്ദന എന്ന ഈ കഥ നമുക്ക് തരുന്നത് യമുന. ഈ യമുന എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇലകള്. അപ്പൊ എന്റേത് എന്ന് പറയാൻ കുറയുണ്ട്. എപ്പോഴാണോ ഈ ഞാൻ എന്റേത് എന്ന ആ ഭാവം നമുക്ക് ഓരോരുത്തർക്കും വരുന്നത് അപ്പോൾ മനസ്സിലാക്കണം ആ തൃപ്പാദം ഒന്ന് ഇവിടെ പതിയട്ടെ. ആ അഹങ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് തീരട്ടെ. ആ ഭഗവാനോട് ചേരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ब्रह्मकुंड पे गोपीश्वर महादेव श्री बांके बिहारी स्नेह बिहारी मदन मोहन जी गोपीनाथ जी राधा दामोदर राधा विनोद जी साक्षी गोपाल जी राधा माधव जी श्री राधा वल्लभ जी श्री युगल किशोर जी श्री राधा रमण जी अष्ट सखी जी अटल